ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ഇല്ലസ്ട്രേഷൻ നമ്പർ 6 ഒന്ന് എടുക്കണേ. അതിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇല്ലസ്ട്രേഷൻ നമ്പർ 6 പറയുന്നത് മിസ്റ്റർ ലൂസ് കീപ്സ് ഓൺലി ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഹിസ് പൊസിഷൻ ഓൺ 1st January 2016. മിക്കവാറും ആ 1st January 2016 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് ആയിരിക്കും. അപ്പം അയാളുടെ ആ ഓപ്പണിംഗ് ഡേറ്റ് ആവണം, ആ ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്ത ഡേറ്റ് ആയിരിക്കണം. ഓപ്പണിംഗ് ഡേറ്റ് വാസ് ഓൺ, ആ ഓപ്പണിംഗ് ഡേറ്റിൽ അയാളുടെ കുറേ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ക്യാഷ് തന്നിട്ടുണ്ട്, സൺഡ്രി ഡെറ്ററിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, കുറേ അസറ്റുകളാണ്. പിന്നെ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങിൽ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഫർണിച്ചർ തന്നിട്ടുണ്ട്, അതും ഒരു അസറ്റാണ് 4000. സൺഡ്രി ക്രെഡിറ്റർ തന്നിട്ടുണ്ട്, പക്ഷെ അതൊരു ലയബിലിറ്റിയാണ്. ഇത് മാത്രം ലയബിലിറ്റി, ബാക്കിയെല്ലാം അസറ്റ്സുമാണ്. അപ്പം ഇതെല്ലാം ഇയാളുടെ 2016 January 1 ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റ്സ് ലയബിലിറ്റീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്തൊന്ന് ക്യാപിറ്റൽ, ഓപ്പണിങ്ങിലെ ക്യാപിറ്റൽ ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല. അതാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിങ്ങിലെ ക്യാപിറ്റലും കൂടെ കണ്ടുപിടിക്കേണ്ടി വരും ഇവിടെ. ആ ഒരു കാര്യം മനസ്സിലിരിക്കുക, ഞാൻ ചെയ്തു വരുമ്പോഴത്തേനും പറയാം. പിന്നെ ഹിസ് ക്യാഷ് ട്രാൻസാക്ഷൻ ഫോർ ദ ഇയർ എൻഡ് 31st December 2016 വേർ ആസ് ഫോളോസ്. അയാളുടെ ഓപ്പണിംഗ് ആ 2016 അയാളുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ക്യാഷ് സെയിലുണ്ട് 4500, റെസീറ്റ് ഫ്രം ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയ ക്യാഷ് 5600, കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ ക്യാഷായിട്ട് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 1500 രൂപ. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റ് ക്യാഷായിട്ട് കൊടുത്തത് 41000. ക്യാഷ് പർച്ചേസ് ചെയ്ത് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്താണ്, അപ്പോൾ 32000 രൂപ. വേജസ് പെയ്ഡ്, സാലറി പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ബിസിനസ് എക്സ്പെൻസസ് പെയ്ഡ്. അത്രയും ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ക്യാഷ് ബുക്ക് തന്നിട്ടില്ല. ഓക്കെ, അടുത്ത നോക്കുക. ഓൺ 31st December 2016 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പുള്ളിയുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഈ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആണ് 31st December 2016 എന്ന് പറയുന്നത്. ആ ദിവസത്തെ അയാളുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, കുറേ അസറ്റ് ക്ലെയിമിട്ട്. ക്ലോസിംഗിൽ അസറ്റ്സ് തന്നിട്ടുണ്ട്, സൺഡ്രി ഡെറ്റേഴ്സ് 16200 രൂപ, സ്റ്റോക്ക് തന്നിട്ടുണ്ട് 22000 രൂപ, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 11500 രൂപ. അത്രയും നമുക്ക് ക്ലോസിംഗ് ഡേറ്റിൽ അയാളുടെ അസറ്റ്സും ലയബിലിറ്റീസും ആണ് തന്നിരിക്കുന്നത്. പിന്നെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 400, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രിസിയേഷൻ 10%, ഫർണിച്ചറിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം, ട്രേഡിംഗ് ആൻഡ് പി&എൽ അക്കൗണ്ട് എഴുതുമ്പോൾ എവിടെയാണ് കാണിക്കേണ്ടത്? അത് നമ്മൾ ഓരോരോ ഐറ്റത്തിൻ്റെ കൂടെ കുറച്ചും കൂട്ടിയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ്ങും ഡിപ്രിസിയേഷനും എല്ലാം കാണിക്കേണ്ടതാണ്. അതിനൊന്നും പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നമ്മുടെ റെഗുലർ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓരോ ഐറ്റം നമുക്കുണ്ടോ എന്ന് നോക്കണം. ആദ്യം നോക്കേണ്ടത് പർച്ചേസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പർച്ചേസിനകത്ത് ക്യാഷ് പർച്ചേസും വേണം, ക്രെഡിറ്റ് പർച്ചേസും വേണം. പക്ഷേ നമുക്കിവിടെ ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. എവിടെ ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞുകൊണ്ട് 32000 രൂപ തന്നിട്ടുണ്ട്. അപ്പം അതിനെ ഉദ്ദേശിച്ച് ഓർത്ത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 32000 രൂപ തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. നോക്കിക്കാം, നിങ്ങൾ വരച്ചോ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനകത്ത് എന്തൊക്കെ വരും? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്ററിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അതെന്ന് പറയുന്ന ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തുടങ്ങും. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്ന ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്ററിൻ്റെ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ ആ ഓപ്പണിംഗ് ഡേറ്റിൽ 1st January 2016 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ക്വസ്റ്റിൻ്റെ ആദ്യം കിടപ്പില്ലേ, ആ ബാലൻസ് ആണ് ക്രെഡിറ്ററിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. എത്രയാണ്? 10000 രൂപ. ഡെറ്ററിൻ്റെ ക്ലോസിംഗ് ബാലൻസോ അത് നമുക്ക് 31st December 2016 ഡെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ അവസാനത്തെ ഭാഗത്ത് തന്നിട്ടുണ്ട്. ക്രെഡിറ്ററിൻ്റെ ബാലൻസ് 11500 രൂപ. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ക്രെഡിറ്ററിൻ്റെ കിട്ടി അല്ലേ? ക്രെഡിറ്ററിൻ്റെ 11500 ആണ്. ഇനി അത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ ഉണ്ടോ എന്ന് നോക്കാം. ക്രെഡിറ്റ് പർച്ചേസ് ആണ് ഇല്ലാത്തത്, നമ്മളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ ഇതിനകത്തുണ്ടോ എന്ന് നോക്കാം. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റർ എന്ന് പറയുന്നത് 41000 രൂപയുണ്ട്. ഓക്കെ, അപ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞ് 41000 എഴുതുക. അപ്പം നമ്മൾ ഇത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് വരുന്നത്
ക്രെഡിറ്റിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 42,500 വരും. ഇതെന്താണ്? ക്രെഡിറ്റ് പർച്ചേസാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ പർച്ചേസ് ആണ് നോക്കുന്നത്. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും നോക്കുന്നുണ്ടോ എന്ന്. ഇല്ലെന്നുണ്ട് അത് കണ്ടുപിടിക്കാം. നിങ്ങൾക്കത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ക്യാഷ് ബുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ കാര്യം അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിന് മുമ്പ് നോക്കുക, ഇപ്പം അതിന് മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കാം. പർച്ചേസ് ഉണ്ടോ നോക്കി, പർച്ചേസ് ഇല്ലെന്ന് മനസ്സിലായപ്പം, ക്രെഡിറ്റ് പർച്ചേസ് ഇല്ലെന്ന് മനസ്സിലായപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചു, അക്കൗണ്ട് വരച്ച് കണ്ടുപിടിച്ചു. ഇനി നമ്മളെന്താ നോക്കേണ്ടത്? സെയിൽ നോക്കണം. ഓക്കെ, സെയിൽ നോക്കണം. അതിനകത്ത് ക്യാഷ് സെയിലും വേണം, ക്രെഡിറ്റ് സെയിലും വേണം. ക്യാഷ് സെയിലാണെങ്കിൽ ക്യാഷ് ബുക്ക് വരച്ചാൽ കിട്ടും. ക്യാഷ് ബുക്ക് വരച്ചില്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? ക്യാഷ് സെയിൽ 45,000 രൂപ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാഷ് ബുക്ക് വരച്ചാൽ അല്ലെങ്കിൽ കിട്ടും. ഇനിയിപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ ഓർക്കുക, ക്യാഷ് സെയിൽ, ക്യാഷ് പർച്ചേസ് ഒക്കെ കിട്ടാൻ വേണ്ടി ക്യാഷ് ബുക്ക് വരച്ചാൽ മതി. ക്രെഡിറ്റ് സെയിൽ വേണം, പക്ഷെ ക്രെഡിറ്റ് സെയിൽ നമുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അവിടെ വരച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. ക്രെഡിറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓപ്പണിംഗ് ഡേറ്റിലെ ക്രെഡിറ്റ് ഫസ്റ്റ് ജാനുവരി 2016 ഡെറ്ററിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക. ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്നത് ആദ്യം തന്നിട്ടില്ലേ? ഫസ്റ്റ് ജാനുവരി 2016 ഡെറ്റർ, ആ ഡേറ്റിലെ ഡെറ്ററിൻ്റെ ബാലൻസ് 8,500 രൂപയാണ്. ആ 8,500 രൂപയാണ് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് ആയിട്ട് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ക്ലോസിംഗ് ബാലൻസ്. ഡെറ്ററിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതണം. അത് ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്റർ എത്രയാണെന്ന് നോക്കണം. ക്ലോസിംഗ് ഡേറ്റ് 31 ഡിസംബർ 2016 ആണ്. ക്ലോസിംഗ് ഡേറ്റിലെ ഡെറ്ററിൻ്റെ ബാലൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ അതൊന്ന് നോക്കുക. അതാണ് ഡെറ്ററിൻ്റെ ബാലൻസ് വരുന്നത് ക്ലോസിംഗ് ഡേറ്റിലെ 16,200. ആ ക്വസ്റ്റ്യനകത്ത് നോക്കിയാൽ ഇതെല്ലാം കിട്ടും കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണേ. 16,200 പിന്നെ വരുന്നത് അത്ര ഐറ്റംസ് ഉണ്ട്. ക്യാഷ്, ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ പൈസ നമ്മുടെ ഡെറ്റേഴ്സിനെ കുറയ്ക്കുന്നതായിട്ടാണ്. അപ്പം ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ വരച്ച് എഴുതുക. അതുകൂടെ എഴുതിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പം ക്രെഡിറ്റ് സെയിൽ നമുക്ക് കിട്ടും. ക്രെഡിറ്റ് സെയിൽ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ഡെറ്റേഴ്സ് അക്കൗണ്ട് നോക്കിയാൽ കാണാം. ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് 63,700 ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പർച്ചേസ് നോക്കി, സെയിൽ നോക്കി. ഇനി നമുക്ക് ക്യാഷ് ബാലൻസ് നോക്കണം. ഏത് ഓപ്പണിങ്ങിലാണോ ക്ലോസിങ്ങിലാണോ? ക്ലോസിങ്ങിൽ ക്യാഷ് ബാലൻസ് നമുക്ക് വേണം. അതില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കാൻ ക്യാഷ് ബുക്ക് വരയ്ക്കേണ്ടി വരും. അപ്പം നമ്മൾ ക്യാഷ് ബുക്ക് വരയ്ക്കാൻ പോവാണ്. ക്യാഷ് ബുക്ക് നേരത്തെ വരയ്ക്കുന്നതൊന്നും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല, എങ്കിലും ക്യാഷ് ബുക്ക് വരയ്ക്കാം. ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചോട്ടെ. ക്യാഷ് ബാലൻസ് ഒക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രശ്നമില്ലാതെ ചെയ്തു. പക്ഷേ ഇപ്പം നമുക്ക് ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കാൻ ക്യാഷ് ബുക്ക് വരയ്ക്കണം. ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണ്? സാധാരണ അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ വരയ്ക്കുക. ഇവിടെ നമുക്ക് റെസീറ്റ്സ് ആയിരിക്കും നമുക്ക് വരുന്ന റെസീറ്റുകളും, ഇവിടെ പേയ്മെൻറ്റുകളും. ഇവിടെ ഡെബിറ്റ്, ഇവിടെ ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴത്തേനും നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടാണ് ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് ക്യാഷ് സെയിൽ. ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം ക്യാഷായിട്ട് വിറ്റു, ക്യാഷ് കിട്ടുന്ന രീതിയിൽ നമ്മൾ വിറ്റു. അപ്പോൾ നമുക്ക് അവിടെ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലോട്ട് വരുക, റെസീറ്റ് വരുവാണ്. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? സെയിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഈ അക്കൗണ്ടിൻ്റെ റെസീറ്റ് സൈഡിൽ വേണം എഴുതാൻ 45,000 രൂപ. ഓക്കെ, അടുത്ത റെസീറ്റ് ഫ്രം ഡെറ്റർ. ഡെറ്ററിൽ നിന്ന് നമുക്ക് പൈസ റെസീറ്റ് കിട്ടി, റെസീറ്റായി, അതായത് നമുക്ക് പൈസ കിട്ടി. ആ റെസീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നതാണ്. അപ്പോൾ നമ്മളത് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ടു ഡെറ്റേഴ്സ് എത്ര എമൗണ്ട് വന്നിരിക്കുന്നത്? 56,000. പിന്നെ വരുന്നത് കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടി, നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം റെസീറ്റ് ആണ്. അപ്പം നമ്മൾ കമ്മീഷൻ ടു കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് എഴുതുക.
കമ്മീഷൻ റിസീവ്ഡ് അല്ല, അപ്പോൾ 1500 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടി. അടുത്തത് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റർ. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റർക്ക് പൈസ കൊടുത്തു, അപ്പോൾ നമുക്ക് പേയ്മെൻ്റ് ആയിരിക്കും അതിവിടെ പേയ്മെൻ്റ് ആയി മാറും. അപ്പോൾ ബൈ ക്രെഡിറ്റർ എമൗണ്ട് വരുന്നത് 41,000 വരും. ഓക്കെ, അതല്ലാതെ പിന്നെ ക്യാഷ് പർച്ചേസ് ഉണ്ട്. ക്യാഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്ത് നമ്മൾ പൈസ ക്യാഷ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തു. ക്യാഷ് കൊടുത്തപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈ പർച്ചേസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് പർച്ചേസ് എഴുതുക 32,000 അതെഴുതി. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് 32,000 അല്ലേ? അതെ, വേജസ് പെയ്ഡ്. വേജസ് പെയ്ഡ് എന്ന് പറയുന്നത് നമുക്കൊരു പേയ്മെൻറ്റാണ്. വേജസ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പേയ്മെൻ്റ് അവിടെ നടക്കുകയാണ്. അപ്പോൾ വേജസ് പെയ്ഡ് നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് 4,300 ക്യാഷ് ബുക്ക് എഴുതുക. പിന്നെ സാലറി പെയ്ഡ്. സാലറി ആണെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ട് സാലറി പേയ്മെൻറ്റ് നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സാലറി പെയ്ഡ് 4,600 പേയ്മെൻ്റ് ആയിട്ട് എഴുതുക. റെൻറ്റ് പെയ്ഡ്. റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ റെൻറ്റ് നമ്മൾ പേയ്മെൻറ്റ് നടക്കുവാണ്. റെൻറ്റിൻ്റെ എത്ര എമൗണ്ടാണ് പേ ചെയ്തത്? 2,500 രൂപ നമ്മൾ റെൻറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കത് ആ എക്സ്പെൻസ് കൊടുത്തപ്പോൾ ക്യാഷ് പോയി, പേയ്മെൻറ്റ് നടന്നു. പിന്നെ ബിസിനസ് എക്സ്പെൻസ് ആണ്. ബിസിനസ് എക്സ്പെൻസ് BE ഞാൻ എഴുതുന്നുള്ളൂ. ബിസിനസ് എക്സ്പെൻസ് പെയ്ഡാണ്. പെയ്ഡ് എന്ന് പറയുമ്പോൾ പേയ്മെൻ്റ് ആണ്. അപ്പം 2,600 രൂപ ബിസിനസ് എക്സ്പെൻസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു കാര്യം എഴുതാൻ ഞാൻ മറന്നുപോയി. നമുക്ക് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത്. ആ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 1 ജനുവരി 2016. ഓപ്പണിംഗ് ഡേറ്റിൽ ക്യാഷ് ഇത്രയാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അത് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 6th ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് 1,850. അത് നമ്മൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 1,850 രൂപ ആ ഓപ്പണിംഗ് ബാലൻസ് എഴുതി വേണം. ക്യാഷ് ബുക്ക് ഒരു അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഡെബിറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 1,850 എഴുതാനായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. ആദ്യം നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബുക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതിയിട്ടേ ബാക്കിയുള്ളതിലേക്ക് പോകാവുള്ളൂ. അപ്പം ഇത് നമ്മൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ബാലൻസ് വരും. ടോട്ടൽ ചെയ്താൽ ഇതായിരിക്കും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ടോട്ടൽ ചെയ്ത് നോക്കിയില്ല. നിങ്ങൾ ടെക്സ്റ്റ് കിടക്കുന്നത് അതേപടി ഞാനങ്ങ് എമൗണ്ട് എഴുതിയേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഇത് നമുക്ക് ബാലൻസിങ് ഫിഗറാണ്. ഇത് ടോട്ടൽ ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും 1,750. 1,750 അല്ല, 17,450 രൂപ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ക്യാഷിൻ്റെ കിട്ടും. അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റിൽ ക്യാഷിൻ്റെ ബാലൻസ് കിട്ടിയില്ലേ? ക്ലോസിങ് കിട്ടിയില്ലേ? അപ്പം ആ ഐറ്റം നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടോ എന്നാണ്, അല്ലേ? ഓപ്പണിംഗ് ക്യാപിറ്റലാണ് നോക്കേണ്ടത്. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഒന്ന് കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കണം. ഓപ്പണിംഗ് ഡേറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കണം. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 ജനുവരി 2016 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ഇരിക്കുന്നത്, ഓർമ്മയില്ലേ? അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുക. ഓപ്പണിംഗ് ഡേറ്റിൽ അപ്പോൾ ഓപ്പണിംഗ് അസറ്റ് ലയബിലിറ്റികൾ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഓപ്പണിങ്ങിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് ലയബിലിറ്റീസ് അസറ്റ്സ്. ഓപ്പണിങ്ങിലെ അസറ്റ്സ് ലയബിലിറ്റീസും ഏതൊക്കെയാണ് നമ്മുടെ ആ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 1,850 അത് എഴുതുക. ക്യാഷ് 1,850. പിന്നെ വരുന്ന ഐറ്റം റിസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 8,500. സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അതൊരു അസറ്റാണ്. അപ്പം 12,500. പിന്നെ ഫർണിച്ചർ ഒരു അസറ്റ് തന്നിട്ടുണ്ട് 4,000. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു ക്രെഡിറ്റർ ഉണ്ട്, അത് നമ്മുടെ ലയബിലിറ്റി ആണ്. നമ്മൾ ലയബിലിറ്റി ആയിട്ട് എഴുതുക 16,000 വരും. ഇത് ഓർക്കുന്നുണ്ടോ? ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ വേണ്ടി
വരപ്പിച്ചത് ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പം 1 മിനിറ്റ്, ടോട്ടൽ ചെയ്യുമ്പോഴത്തേനും 1850, 8500, 12500, 4000, അപ്പം 26,850 വരും. ഇവിടെ നമ്മൾ എഴുതുക. സാധാരണ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ടാലി ആക്കുകയോ ചെയ്യുന്നത്, പക്ഷേ ഇത് നമ്മൾ ബാലൻസ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ക്യാപിറ്റൽ ബാലൻസിങ് ഫിഗർ അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. കാരണം ഓപ്പണിംഗ് ഡേറ്റിൽ അസറ്റും ലയബിലിറ്റികളുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് 26,850 10,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 16,850 വരും ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഞാനൊന്ന് നോക്കിക്കോട്ടെ ഇതെന്നാണോ വന്നിരിക്കുന്നതെന്ന്. അതെ, 16,850 നമുക്ക് ക്യാപിറ്റലും കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടി. അപ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പർച്ചേസ് ക്യാഷും ക്രെഡിറ്റും കിട്ടി, സെയില് ക്യാഷും ക്രെഡിറ്റും കിട്ടി, ക്യാഷ് ബാലൻസ് ക്ലോസിങ്ങിൽ കിട്ടി, ക്യാഷ് ബുക്ക് വരച്ച് നമുക്ക് കിട്ടി. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓപ്പണിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ചപ്പോഴും കിട്ടി. ഇത്രയും സാധനം കിട്ടി. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് വരയ്ക്കാൻ കുഴപ്പമുണ്ടോ? നിങ്ങൾ തന്നെ ഇനി ആ ഇലസ്ട്രേഷൻ നോക്കുക. ബാക്കി പോർഷൻ എളുപ്പമാണ്. ആ ട്രേഡിങ്ങും P&L അക്കൗണ്ടും ഞാനിപ്പോൾ എല്ലാ പ്രോബ്ലവും ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാൻ ഞാൻ വേണമെങ്കിൽ. ട്രേഡിംഗ് അക്കൗണ്ട് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഓപ്പണിങ്ങിൽ ഡേറ്റ വെച്ചാൽ അതിനകത്തുനിന്ന് നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് എഴുതാം. അപ്പോൾ ഓപ്പണിങ്ങിലെ ഡേറ്റയ്ക്കകത്ത് ഓപ്പണിങ്ങിലെ ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കുകയില്ല, അതിനകത്ത് ഓപ്പൺ സ്റ്റോക്ക് കാണും 12,500 രൂപ. അതാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ടു ഓപ്പൺ സ്റ്റോക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ പർച്ചേസ്, ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും. ക്യാഷ് ബുക്കിലെ പർച്ചേസാണ് 32,000. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ ക്രെഡിറ്റ് പർച്ചേസ്, അത് രണ്ടും ആഡ് ചെയ്യുക. പിന്നെ വേജസിൻ്റെ കൂടെ നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. പിന്നെ സെയിൽസ് ആണെങ്കിലും ക്യാഷും ക്രെഡിറ്റും എഴുതുക, ക്ലോസ് സ്റ്റോക്കും എഴുതുക. ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റോക്കാണ്. അപ്പം ആ ഡേറ്റ് നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേറെ P&L അക്കൗണ്ടിലെ എക്സ്പെൻസുകൾ സാലറി, റെൻറ്റ് പെയ്ഡിനകത്തുനിന്ന് പ്രീപെയ്ഡ് റെൻ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ അഡ്വാൻസ് ആയിരുന്നു, അപ്പോൾ അത് കുറച്ചു 200 കുറച്ചു. ബിസിനസ് എക്സ്പെൻസ് ഉണ്ട്, അത് നമ്മൾ എഴുതി. ഡിപ്രിസിയേഷൻ, ഫർണിച്ചറിൻ്റെ വാല്യൂവിൻ്റെ ഇത്ര ശതമാനം ഡിപ്രിസിയേഷൻ കൊടുക്കുക. പിന്നെ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്, അത് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിച്ചു. ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റുകൾ എഴുതുമ്പോഴത്തേനും ക്ലോസിംഗ് ബാലൻസിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അവസാനത്തെ ബാലൻസ് ഷീറ്റിനകത്ത് ബാലൻസ് വരാൻ വേണ്ടി. ക്ലോസിംഗ് ആയിരിക്കണം അസറ്റിൻ്റെ ലയബിലിറ്റിൻ്റെ എല്ലാം ബാലൻസ്. ക്യാഷിൻ്റെ ആണെങ്കിലും ക്ലോസിംഗ് ബാലൻസ് ക്യാഷിൻ്റെ എവിടെ നിന്ന് കിട്ടും? ക്യാഷ് ബുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സൺഡ്രി ഡെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് ഡെറ്ററിൻ്റെ ബാലൻസ്, അത് നമ്മുടെ ക്വസ്റ്റിനകത്തുണ്ട്, അത് എഴുതുക. ക്ലോസ് സ്റ്റോക്ക് ക്വസ്റ്റിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റിൽ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അത് നമുക്ക് നേരത്തെ പേ ചെയ്യുന്ന റെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അസറ്റാണ്. ഇൻകം എന്ന് പറയുന്നത് ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു അസറ്റാണ്, അത് നമ്മൾ അസറ്റായിട്ട് കാണിക്കുക. ഫർണിച്ചറുണ്ട്, ഫർണിച്ചറിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നുണ്ട്. പിന്നെ സൺഡ്രി ക്രെഡിറ്റർ, ക്ലോസിംഗ് സൺഡ്രി ക്രെഡിറ്ററിൻ്റെ ബാലൻസ് ആണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഈ കണ്ടുപിടിച്ച 16,850 രൂപയാണ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ആദ്യം നമ്മൾ എഴുതണം. അത്ര എഴുതിയിട്ട് അവിടെ ബാലൻസ് ചെയ്ത് ടാലി ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഒന്നും പറയാൻ വേണ്ടിയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, ശ്രദ്ധിക്കുക. സ്കിപ്പ് ചെയ്ത് പോകരുതെന്ന് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഞാൻ ആദ്യം നമ്മൾ പർച്ചേസ് ഉണ്ടോ എന്ന് നോക്കണം, പിന്നെ സെയിൽ ഉണ്ടോ എന്ന് നോക്കണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, അങ്ങനെ എല്ലാം ഉണ്ടോ എന്ന് നോക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അത് കണ്ടുപിടിക്കുമ്പം അതിനൊരു പ്രത്യേകം ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യം നോക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടോ എന്നാണ്. ഈ ഓർഡർ പഠിച്ചിരിക്കുക, കാണാനാണെങ്കിലും പഠിച്ചാൽ മതി, സമാധാനമുള്ള കാര്യമാണ്. ഇതൊക്കെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ബാലൻസ് ഷീറ്റ്. ഓപ്പണിങ്ങിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ വരച്ചിട്ട് ഓപ്പണിംഗ്
ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ആദ്യം അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് നോക്കേണ്ട കാര്യം ക്യാഷ് ബുക്ക് ഉണ്ടോ എന്ന് നോക്കുക. ആ ബിസിനസ്സിന് നമുക്ക് ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ക്യാഷ് ബുക്കിനകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഞാനൊന്ന് പറയാം. ഒന്ന്, ക്യാഷ് പർച്ചേസ്. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ക്യാഷ് പർച്ചേസ് കാണില്ല. അപ്പം നമ്മൾ ക്യാഷ് ബുക്ക് വരച്ച് ബാലൻസ് ചെയ്ത് ക്യാഷ് പർച്ചേസ് കണ്ടുപിടിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ക്യാഷ് സെയിൽ നമുക്ക് ക്യാഷ് ബുക്ക് വരച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് തന്നിട്ടില്ലെങ്കിൽ, ക്യാഷ് സെയിൽ ഇല്ലാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ ക്യാഷ് ബുക്ക് വരച്ച് ക്യാഷ് സെയിൽ കണ്ടുപിടിക്കേണ്ടി വരും. മൂന്നാമത്തെ സാധനം ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അത് നമുക്ക് ക്യാഷ് ബുക്ക് വരച്ച് ബാലൻസ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമുക്ക് ഡെറ്റേഴ്സിന് നടത്തിയ ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഇല്ലേ, അത് നമുക്ക് ചിലപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതേണ്ടി വരും, നമുക്ക് തരത്തില്ല. അപ്പം നമ്മൾ ബാലൻസ് ചെയ്ത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് കൊടുത്ത ക്യാഷ് പേയ്മെൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നോക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടോ എന്നാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ലാത്ത സാഹചര്യം വരുവാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുക. ഓപ്പണിംഗ് ഡേറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുക. ഓപ്പണിംഗ് ഡേറ്റിൽ അസറ്റ് ലയബിലിറ്റീസ് എല്ലാം ഇട്ടിട്ട് വരച്ചിട്ട് നമ്മളത് കണ്ടുപിടിക്കാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിലേക്ക് വരണം. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്ത പ്രോബ്ലം പോലെ ക്യാഷ് ബുക്ക് തരില്ല. ക്യാഷ് ബുക്ക് തരാത്ത സാഹചര്യത്തിൽ ഈ പറഞ്ഞ സാധനങ്ങൾ എന്തോ ഒന്ന് നമുക്ക് മിസ്സിങ് ആയിരിക്കും. ആ മിസ്സിങ് ഐറ്റം കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് ക്യാഷ് ബുക്ക് വരയ്ക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരുന്നത്. മനസ്സിലായോ? ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അതിനകത്തുനിന്ന് ഈ ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടും. ക്യാഷ് ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 5 ഐറ്റംസ് നമുക്ക് എവിടെയെങ്കിലും മിസ്സിങ് ആയിരിക്കും. അത് കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ പിന്നെ ക്യാഷ് ബുക്ക് വരയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് ഇല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ക്യാഷ് ബുക്ക് വരയ്ക്കുക, ക്യാഷ് ബുക്ക് ഉണ്ടാക്കുക. എന്നിട്ട് ക്യാഷ് ബുക്കിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാഷ് മനസ്സിലാക്കി എന്നല്ല, കാണാൻ തന്നെ പഠിച്ചു വെച്ചോളുക. ക്യാഷ് പർച്ചേസ് കണ്ടുപിടിക്കാം, ക്യാഷ് സെയിൽ കണ്ടുപിടിക്കാം, ക്യാഷ് ബാലൻസ് ക്ലോസിങ്ങിൻ്റെ നമ്മുടെ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാം, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുത്ത ക്യാഷ്. ഇത്ര ഐറ്റംസ് നമുക്ക് ക്യാഷ് ബുക്ക് വരച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. ക്യാഷ് ബുക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ക്യാഷ് ബുക്ക് ഇല്ലെങ്കിൽ ക്യാഷ് ബുക്ക് വരയ്ക്കുക. ഈ പറയുന്ന എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് മിസ്സിങ് ആയിരിക്കും. ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഇല്ലസ്ട്രേഷൻ, ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ഇല്ലസ്ട്രേഷൻ ആണെന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ക്യാഷ് ബുക്ക് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഈ പറഞ്ഞതിൽ ഏത് ഐറ്റം ആയിരുന്നു മിസ്സിങ്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരുന്നു മിസ്സിങ്. ക്യാഷ് പർച്ചേസും ക്യാഷ് സെയിലും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്ററും ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്ററും എല്ലാം ഉണ്ടായിരുന്നു. ഇതായിരുന്നു മിസ്സിങ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ക്യാഷ് ബുക്ക് വരച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരയ്ക്കുക. രണ്ടാമത് ക്യാഷ് ബുക്ക് ഉണ്ടോ എന്ന് നോക്കുക. ക്യാഷ് ബുക്കിലെ ക്യാഷ് ബുക്ക് വരച്ച് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഐറ്റം മിസ്സിങ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കുക. മൂന്നാമത് നമുക്ക് പർച്ചേസ് നോക്കുക. പർച്ചേസിനകത്ത് പർച്ചേസ് എന്ന് പറയുമ്പോൾ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. അപ്പം ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും, അതുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബുക്ക് വരച്ചാൽ അതിനകത്തുനിന്ന് കിട്ടും. വരച്ചില്ലെങ്കിൽ ഓൾറെഡി ഉള്ള ക്യാഷ് ബുക്കിനകത്തുനിന്ന് കിട്ടും. ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ട് വരയ്ക്കണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കും. നാലാമത് നോക്കേണ്ട സാധനമാണ് സെയിൽസ്. സെയിൽസും ക്യാഷും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്. ക്യാഷ് സെയിൽ ആണെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും? ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലോ ഡെറ്റേഴ്സ് അക്കൗണ്ടിനകത്തുനിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്തും പ്രശ്നമൊന്നും വരാനില്ല. ഇനി ചിലപ്പോൾ നമുക്ക് ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ നോക്കുക, ക്യാഷ് ബുക്ക് നോക്കുക, ക്യാഷ് ബുക്കിനകത്ത് ഈ ഐറ്റംസ് എല്ലാം ഉണ്ടോ നോക്കുക, പർച്ചേസ് നോക്കുക, സെയിൽസ് നോക്കുക. ഇത്രയും കാര്യം ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുമ്പം ഇതിൽ വലിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഈ നോട്ട് എഴുതി തന്നിരിക്കുന്നത്. ഇതെനിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണം കേട്ടല്ലോ. നോട്ട് എഴുതി പഠിക്കുക വേണം, സബ്മിറ്റ് ചെയ്യാൻ ചെയ്യണം.
എനിക്ക് വേണ്ടിയല്ല ഞാൻ പഠിക്കാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ അത് ഓർത്തിട്ട് പഠിക്കുക കേട്ടോ.